കൈത്താക്കാലം 5-ാം ബുധൻ. വിശുദ്ധ മത്തായി സുവിശേഷം 21-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. ദേവാലയ ശുദ്ധീകരണം. ഏറെ ആഹ്ലാദാരവത്തോടെ ഹല്ലേലൂയ പാടിക്കൊണ്ട് ജനവലികളുടെ അകമ്പടിയോടെ അവൻ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. അസീറിയാക്കാരും ബാബിലോണിയാക്കാരും പേർഷ്യക്കാരും ഗ്രീക്കുകാരും മാറി മാറി ഭരിച്ച് അവസാനം ഇപ്പോൾ റോമാക്കാരുടെ കരാളഹസ്തത്തിൽ കീഴിൽ ഞെരിഞ്ഞമർന്ന ഒരു ജനതയുടെ വിമോചനത്തിനു വേണ്ടിയുള്ള ത്വരയായിരുന്നു ആ ആർപ്പുവിളി. എന്നാൽ ദേവാലയത്തിലേക്ക് പ്രവേശിച്ച യേശു അവരുടെ പ്രതീക്ഷകളെ തല്ലി തകർത്തു. പീലാത്തോസും അവന്റെ സുരക്ഷാഭടന്മാരും നിലകൊണ്ടിരുന്ന അന്റോണിയോ അങ്കണത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകകൂടി ചെയ്യാതെ എതിർവശത്തുള്ള വിജാതിയരുടെ തളത്തിലേക്ക് കടന്നു ചെന്ന് നാണയമാറ്റക്കാരെയും കച്ചവടക്കാരെയും പാത്രം ചുമക്കുന്നവരെയും ആട്ടി ഓടിക്കുന്നു. ഇതോടെ ഇവനാണ് തങ്ങളുടെ വിമോചകരുടെ പ്രതീക്ഷയെല്ലാം ജനങ്ങളിൽ അസ്തമിച്ചു. യേശുവിനെ വധിക്കുവാൻ ചട്ടം കെട്ടിയിരുന്ന അധികാരവർഗത്തിന് അവരുടെ വരുതിയിൽ അവരെ കൊണ്ടുവരാൻ എളുപ്പമാവുകയും ചെയ്തു. മലാക്കി 3:1, സക്കറിയ 14:21, ഏശയ്യാ 56:7, ജെറമിയ 7:11 തുടങ്ങിയ പ്രവചനങ്ങളുടെ ഒരു പൂർത്തീകരണമായിരുന്നു ഈ ദേവാലയ ശുദ്ധീകരണം. മാത്രമല്ല, ഇനിയും ദേവാലയത്തിന്റെ യഥാർത്ഥ ചൈതന്യത്തിലേക്കും തീക്ഷ്ണതയിലേക്കും കടന്നു വന്നില്ലെങ്കിൽ 40 വർഷങ്ങൾക്കുള്ളിൽ അവരുടെ ഈ ദേവാലയം പുനരുദ്ധീകരിക്കാൻ കഴിയാത്തവണ്ണം നാശത്തിനായി ദൈവം ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുമെന്ന ഒരു മുന്നറിയിപ്പും കൂടിയായിരുന്നു ഇത്. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളാണ് ആ ദേവാലയം. തീക്ഷ്ണതയോടെ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ അതും നിത്യനാശത്തിനിടയാകും.